ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ ഓഫ് ഇസ്താൻബുൾ ആണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇന്നലെ സ്റ്റേ ചെയ്ത സെയിം ഹോട്ടലിലാണ്, ബയോഖമ്മിൽ. ഇപ്പോൾ സമയം രാവിലെ 8 മണിയാട്ടോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെയാട്ടോ. ദ ബെസ്റ്റ് പാർട്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹോട്ടൽ സ്റ്റേ. ഇതൊരു ബുഫേ സ്റ്റൈലാണ്. Honestly, so many varieties of fruits, cheese of all kinds, different types of olives, black, green, boiled eggs, omelette, sausages, onion rings, soup, jam, honey, butter, freshly bread, Turkish coffee, Turkish tea. ഇതെല്ലാം നല്ല നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സിമ്പിൾ അല്ല, പക്ഷെ ടേസ്റ്റി ആണ്, ഫില്ലിംഗും ആണ്, നല്ല ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ് ആട്ടോ. ഇതാട്ടോ ഞങ്ങൾ എടുത്തേക്കണ ഫുഡ്. എല്ലാം നല്ല ഹെൽത്തി ഫുഡാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഈ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ ആട്ടോ വൺ ഓഫ് ദ മോസ്റ്റ് വൈറൽ ഫോട്ടോഷൂട്ട്സ് ഓഫ് ഇസ്താൻബുൾ ഉള്ളത്, റൂഫ് ടോപ്സ് ഗലാട്ട. ഇതാട്ടോ അവിടേക്ക് പോകുന്ന സ്ട്രീറ്റ്. ദേ കാണുന്നതാട്ടോ ഗലാട്ട ടവർ. ഇതിന്റെ രണ്ട് സൈഡിലും നല്ല ക്യൂട്ട് ഷോപ്സ് ആട്ടോ ഉള്ളത്. നല്ല കേക്ക്സും പേസ്ട്രീസും ഡെസേർട്സും നല്ല കഫേസ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. ടർക്കിഷ് ഐസ്ക്രീം, നല്ലൊരു ഭംഗിയുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഫേമസ് സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ ട്രൈ ചെയ്യാന്ന് പറയുമായിരുന്നു. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഇപ്പോൾ എനിക്ക് അവിടെ എടുത്തേക്കണ ഫോട്ടോസും വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാനത് റീൽസ് ആയിട്ട് പിന്നീട് ആഡ് ചെയ്യാട്ടോ. ഇതാട്ടോ റൂഫ് ടോപ്പ് ഗലാട്ട. നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു മസ്റ്റ് വിസിറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ എത്തിയേക്കുന്നത് ദ മോസ്റ്റ് ഐക്കോണിക് പ്ലേസസ് ഇൻ ദ ഇസ്താൻബുൾ, ഗലാട്ട ടവറിലാട്ടോ. ഇത് ഉണ്ടാക്കിയത് 1348 ബൈ ജനൂസിസ് ആണ്. അതായത് ഇറ്റലിയിലെ ഒരു ട്രേഡ് കമ്മ്യൂണിറ്റി ആണ്. ഇത് ഒട്ടോമൻ കാലഘട്ടത്തിൽ ഇതൊരു ഫയർ വാച്ച് ടവർ ആയിരുന്നു. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. 1600 ഹെസാർഫൻ അഹമ്മദ് സലീബി എന്ന സയന്റിസ്റ്റ് ഈ ടവറിൽ നിന്ന് ചാടിയിട്ട് ബോസ്പറസ് റിവർ ക്രോസ് ചെയ്തു. അയാൾക്ക് വിങ്സ് ഉണ്ടായി എന്നൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഇത് ദാറ്റ് വാസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഫ്ലൈറ്റ് അറ്റംപ്റ്റ്സ് ഇൻ ദ വേൾഡ്. അറ്റ് ദാറ്റ് ടൈം ദിസ് വാസ് വൺ ഓഫ് ദ എഞ്ചിനീയറിംഗ് മാർവൽ. നമ്മൾ ടവറിലോട്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എലിവേറ്റർ ഉണ്ട് കേട്ടോ. അത് നമ്മളെ ഏറ്റവും ടോപ്പ് മോസ്റ്റിലോട്ട് എത്തിക്കും. ടോപ്പ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ 360 ഡിഗ്രി പനോമറിക് വ്യൂ ഓഫ് ഇസ്താൻബുൾ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടുത്തെ ഓൾ ഓവർ ഇസ്താൻബുൾ കാണാൻ പറ്റും. അതായത് ഗോൾഡൻ ഹോൺ, ബോസ്പറസ്, ബ്ലൂ മോസ്ക്, ഹാഗിയ സോഫിയ, അങ്ങനെ ഇസ്താൻബുൾ ഫുൾ നമുക്ക് അവിടെ ആ ടോപ്പ് മോസ്റ്റിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ അതിന്റെ അകത്ത് ഇൻഫോർമേറ്റീവ് പാനൽസും ഉണ്ട് കേട്ടോ. എക്സ്പ്ലെയിനിങ് ഓൾഡ് ഇസ്താൻബുൾ, ട്രേഡ് റൂട്ട്, ഹെസാർഫൻ സ്റ്റോറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു മസ്റ്റ് വിസിറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതാട്ടോ അതിന്റെ ടോപ്പ് മോസ്റ്റ് എന്നുള്ള ഒരു പനോരമിക് വ്യൂ. എൻറ്റയർ ഇസ്താൻബുൾ നമുക്ക് ആ ഒരു ടവറിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോസ്ക് കാണാൻ പറ്റും. നല്ലൊരു ഭംഗിയുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇതിന്റെ അപ്പുറ സൈഡിൽ റൂഫ് ടോപ്പിൽ ഇരുന്നാണ് നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് നടക്കുന്നതൊക്കെ. ഒരു നല്ലൊരു മസ്റ്റ് വിസിറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിന്റെ ഓരോ വിൻഡോയിലും ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടെലസ്കോപ്പിൽ കൂടി കാണാൻ പറ്റും. അതിൽ കൂടി നോക്കുമ്പോൾ നല്ലൊരു സൂപ്പർ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ മൊബൈലിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കി, പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അവിടുത്തെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ആട്ടോ കാറ്റ്സ്. അവിടെ നമുക്ക് എവിടെ പോയാലും നല്ല ബ്യൂട്ടിഫുൾ കാറ്റ്സിനെ കാണാം, ഹോട്ടൽസിലും സ്ട്രീറ്റ്സിലും എല്ലായിടത്തും. പിന്നെ ഞങ്ങൾ പോയത് നേരത്തെ പറഞ്ഞ ഫേമസ് സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ട്രൈ ചെയ്യാനായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചതിൽ സൂപ്പർ കേക്കായിരുന്നു. നമ്മൾ വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കേക്ക് ഇതാട്ടോ. ഞങ്ങൾ നല്ല കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓർത്തു കുറച്ച് ഫുഡ് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാന്ന് ഓർത്തു.
അപ്പം ഞങ്ങൾ നടന്നപ്പോൾ നല്ല 2 ഗലാട്ട ടവറിൻ്റെ സ്ട്രീറ്റ്സിന് 2 സൈഡിൽ നല്ല ക്യൂട്ട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തു. ഫസ്റ്റ് ഞങ്ങളൊരു ജ്യൂസാണ് ട്രൈ ചെയ്തത്. നല്ലൊരു ജ്യൂസായിരുന്നു, ഫ്രഷ് ജ്യൂസായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ജ്യൂസ് ഷോപ്പിൽ തന്നെ ഒരു മസിൽസ് അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്നിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ റൈസും സ്പൈസസ് ഒക്കെ വെച്ച് കുക്ക് ചെയ്ത് തരുന്നു, ലെമണൊക്കെ ഇട്ട് സ്ക്യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ ചേട്ടനവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ലെമണൊക്കെ ഇട്ട് സ്ക്യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഡിസ്നിയാണ് ട്രൈ ചെയ്യാൻ പോണത്. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഡിസ്നി ട്രൈ ചെയ്യാനായിട്ട് നിൽക്കുവാണ്. ഡിസ്നിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഈ പച്ച കഴിക്കണ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇതാട്ടോ ഗലാട്ട ബ്രിഡ്ജ്. ഇത് ബോസ്പ്രസിനെ ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഇത് കരക്കോയും എമിനോയും, അതായത് ഇസ്താൻബുളിന്റെ ന്യൂ സിറ്റിനെയും ഓൾഡ് സിറ്റിനെയും ജോയിൻ ചെയ്യുന്ന ഒരു സ്പോട്ടാട്ടോ. ഈ ബ്രിഡ്ജിന്റെ ടോപ്പിൽ ഒരുപാട് ഫിഷർമാൻസ്, ലോക്കൽ ഫിഷർമാൻസ് ഒക്കെ അവരുടെ ഡെയിലി ലൈഫിന് വേണ്ടി അവർ ഫിഷ് ചെയ്യുന്ന കാണാട്ടോ. ഇത് അവർ പറയുന്നത് മോർണിംഗ് തുടങ്ങി നൈറ്റ് വരെ ഇവരിങ്ങനെ ജനറേഷൻസ് ആയിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു വാക്വേ ആണ്, കൈൻഡ് ഓഫ് ബേസ്മെന്റ് ഒക്കെ ആയിട്ട്. ഇനി നമ്മൾ പോകുന്നത് 2 വേൾഡ് ഫേമസ് മാർക്കറ്റിലോട്ടാണ്, സ്പൈസ് ബസാറും ഗ്രാൻഡ് ബസാറും. സ്പൈസ് ബസാർ ദ ലാൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ആണ്. ഗ്രാൻഡ് ബസാർ ദ ഹാർട്ട് ഓഫ് ഒട്ടോമൻ ഷോപ്പിംഗ് കൾച്ചർ. 1664 ഒട്ടോമൻ എംപയേഴ്സ് ആണ് ഈ മാർക്കറ്റ് ബിൽഡ് ചെയ്തത്. ഇവിടെ ഫുൾ സ്പൈസസ് ആണ്. സാഫ്രോൺ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനെ എല്ലാവിധ സ്പൈസസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാട്ടോ. പിന്നെ എനിക്ക് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അവിടെ വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട് കേട്ടോ. ജാസ്മിൻ ടീ, ലവ് ടീ, റോസ് ടീ, അങ്ങനെ ആപ്പിൾ ടീ, അങ്ങനെ ഡിഫറെന്റ് നെയിംസിലുണ്ട്. നമുക്ക് ഓരോ ഷോപ്പിൽ ചെയ്യുമ്പോൾ അവർ ട്രൈ ചെയ്യാൻ തരും. ചിലതൊക്കെ നല്ല ടീ ആണ്, ചിലതൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, കാരണം അത് അവർ ആയുർവേദിക് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഗ്രാൻഡ് ബസാറിലാട്ടോ. സ്പൈസ് ബസാറിൽ നിന്ന് ജസ്റ്റ് 10 മിനിറ്റ്സ് വാക്കുള്ളൂ. ഗ്രാൻഡ് ബസാറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി ലോസ്റ്റ് ആയി പോട്ടോ. അവിടെ മോർ ദാൻ 400 ഷോപ്സ് ഉണ്ട്. ഹാൻഡ് ക്രാഫ്റ്റഡ് ലാംപ്സ്, കാർപ്പറ്റ്സ്, ജ്വല്ലറി, പോട്ടറി, ഡ്രസ്സസ്, ഷൂസ്, അങ്ങനെ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എനിക്ക് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതും വലുതുമായ ഷോപ്പിംഗ് സെന്റർ ആണ്. 1461 ഓട്ടോമൻ സുൽത്താൻ മുഹമ്മദ് സെക്കൻഡിന്റെ ടൈമിലാട്ടോ ഇത് ബിൽഡ് ചെയ്തത്. ഇവിടെ ഒരു ഫൺ ഫാക്ട് ഉണ്ട് കേട്ടോ. അതായത് ഗ്രാൻഡ് ബസാർ ഈസ് സോ ബിഗ് ദാറ്റ് ഈസ് വൺസ് ഹാഡ് ഇറ്റ്സ് ഓൺ പോലീസ് സ്റ്റേഷൻ, മോസ്ക് ആൻഡ് സ്കൂൾ. അത് കൊള്ളാല്ലേ. ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ ഇത്. ഇസ്താൻബുൾ വരുവാണെങ്കിൽ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും വരുന്ന ഒരു പ്ലേസ് ആട്ടോ ഇത്. ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനത്തിന്റെ ഫസ്റ്റ് കോപ്പി ഇവിടെ അവൈലബിൾ ആണ്. എക്സാക്ട് നമുക്ക് അത് പ്രീമിയം LV, കാൽവിൻ ക്ലെയിൻ, അങ്ങനെ ഒരുപാട് പ്രീമിയം ബ്രാൻഡ്സിന്റെ, ഗുച്ചി, അങ്ങനെ ഒരുപാട് പ്രീമിയം ബ്രാൻഡ്സിന്റെ നമുക്ക് ഫസ്റ്റ് കോപ്പി ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണമെങ്കിൽ ഈവൻ നമ്മുടെ നാട്ടിലെ 1 lakhന്റെ ഒക്കെ പ്രൊഡക്റ്റ് ഇവിടെ 20 poundsന് ഫസ്റ്റ് കോപ്പിയാണ്. അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. നല്ലൊരു പ്രത്യേക ഒരു വൈബായിരുന്നു ആ മാർക്കറ്റിൽ കൂടി നടക്കാനായിട്ട്. നമ്മൾ എത്ര ഫുൾ കണ്ടു തീർന്നാലും തീരത്തില്ല, അത്രയ്ക്ക് ഉണ്ട് നടക്കാനായിട്ട് ആ മാർക്കറ്റ്. ഞങ്ങൾക്ക് ഫുള്ളൊന്നും കാണാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ഞങ്ങൾ ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു ലഞ്ചാട്ടോ കഴിച്ചത്. അവിടുത്തെ ടീ ഒക്കെ നല്ല ടേസ്റ്റി ആട്ടോ, നല്ല ടീ ആണ് അവിടുത്തെ ടീ. ഇന്നലെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ടൊക്കെ പോയിട്ടോ. ഇത് ഞങ്ങളുടെ Day 3 ആട്ടോ. ഇന്ന് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ഡേ ആണ്. നമുക്ക് 1 o'clock ചെക്ക് ഔട്ട്. പക്ഷെ നമുക്ക് രാവിലെ കുറച്ച് പ്ലേസസ് ഒക്കെ കാണാനുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഹോട്ടൽ സ്റ്റാഫ് പറഞ്ഞു താഴെ നിങ്ങൾ ബാഗ് വെച്ചു എന്നിട്ട് പിന്നെ വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സൈറ്റ് വിസിറ്റിങ്ങിന് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ റിട്ടേൺ നമുക്ക് ഇവിടെ വന്നിട്ട് എയർപോർട്ടിലോട്ട് പോകണം. കാരണം നമുക്ക് നെക്സ്റ്റ് സിറ്റിയിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റിനാട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളിത് ചെക്ക് ഔട്ടൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ചെക്ക് ഔട്ട് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങിട്ടോ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ ബസിലിക്ക സിസ്റ്റേൺ ആണ്. അപ്പം ഞങ്ങളിത് ട്രാമ്പിലാട്ടോ പോകുന്നത്. നമ്മുടെ ട്രാം ഡേ വരുന്നുണ്ട്. നമ്മൾ ട്രാമിൽ കയറിയിട്ട് പോവുകയാണ് ബസിലിക്ക സിസ്റ്റേണിലോട്ട്.
ഞങ്ങൾ അങ്ങനെ ബസിലിക്ക സിസ്റ്ററിന്റെ അവിടെ എത്തിയിട്ടോ. ഇത് അവിടേക്ക് പോകുന്ന റോഡാട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ. ഇസ്താൻബുൾ ഫുള്ളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഇവിടെ എല്ലാ മെയിൻ സ്ട്രീറ്റ്സിലും കാണുന്ന ഒരു ഫുഡാട്ടോ ഇത്. ഇവിടുത്തെ ഫ്രഷ്ലി ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫുഡാണ്. ഇതേ ഞങ്ങളിതേ പയ്യെ അങ്ങോട്ടേക്ക് നടക്കുവാട്ടോ. പിന്നെ ഇവിടെ ഇതും ഉണ്ട് കേട്ടോ, കോണും വാൽനട്ട് റോസ്റ്റഡും ചെയ്തത്. ഞങ്ങൾ ട്രൈ ചെയ്തില്ല, മറ്റേ ബൺ ട്രൈ ചെയ്തായിരുന്നു. കുഴപ്പമില്ല, നമ്മളത്ര ബ്രെഡ് അത്ര യൂസ് ചെയ്തത് നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇത് ഞങ്ങൾ ക്യൂ നിൽക്കുവാണ്. ഇതാട്ടോ വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ആൻഡ് മജസ്റ്റിക് പ്ലേസസ് ഇൻ ഇസ്താൻബുൾ, ദ ബസിലിക്ക സിസ്റ്റേൺ. ഇത് പൊതുവെ ഒരു അണ്ടർഗ്രൗണ്ട് പാലസ് എന്നും കൂടി പറയൂട്ടോ. ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ബൈസന്റൈൻ എംപറർ ജസ്റ്റിൻ 1 ആണ്. 6th സെഞ്ചുറിയിലാട്ടോ ഇത് ബിൽഡ് ചെയ്തേക്കണത്. അതായത് ഇതിന് 1500 വർഷത്തിനകം പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന്. ഇതൊരു വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം ആയിരുന്നു കേട്ടോ, സ്പെഷ്യലി ഡിസൈൻ ടു സപ്ലൈ വാട്ടർ ടു ദ ഗ്രേറ്റ് പാലസ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ ആൻഡ് സറൗണ്ടിങ് ബിൽഡിംഗ്സ്. ഇതിലേക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നത് ബെൽഗ്രാഡ് ഫോറസ്റ്റില്, ഇവിടെ നിന്ന് ഒരു 19 കിലോമീറ്റേഴ്സ് എവേയുള്ള ബെൽഗ്രാഡ് ഫോറസ്റ്റിൽ നിന്നാട്ടോ വെള്ളമൊക്കെ കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നത് ത്രൂ ഏൻഷ്യൻ അക്യുഡേറ്റ്സ് ത്രൂ ആണ് ഇവിടേക്ക് വാട്ടർ ഒക്കെ കൊണ്ടുവന്നത്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒരു ജയന്റ് ടാങ്ക് അണ്ടർ ദ ഗ്രൗണ്ട് ബിൽഡ് യൂസിംഗ് 336 മാർബിൾ കോളംസ്, ഈച്ച് അബൌട്ട് 30 feet tall. Wow. The symmetry, reflection, lighting, it's literally a dreamscape. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാനായിട്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു ഇതാട്ടോ, വൺ ഓഫ് ദ ഫേവറേറ്റ് ഇതായിരുന്നു. ആ ലൈറ്റിംഗ് ഒക്കെ മാറുമ്പോൾ നല്ല ഭംഗി അവിടെ കാണാനായിട്ട്. വെള്ളത്തിന്റെ കളറും ചേഞ്ച് ആണ് കാണുമ്പോൾ നല്ലൊരു മിസ്റ്റിക് ബ്യൂട്ടി ആയിരുന്നു കേട്ടോ അത്. നല്ലൊരു പാലസിന്റെ ഒക്കെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു അവിടെ ശരിക്കും. ഇത് ഒരു ഇത്രയും പഴക്കമുള്ള ഒരു ഇത് നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ ഇവിടെ കുറെ ജെയിംസ് ബോണ്ട് മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ one of the most famous creepy attractions, Medusa head. They are used as the basis for the 2 columns. ഈ മെഡൂസ ഹെഡ്സ് എന്താണ് അപ്സൈഡ് ഡൗൺ ഓർ സൈഡ് വേസ് ഒക്കെ വെച്ചേക്കണേന്ന് അറിയോ? ഈ ഹിസ്റ്റോറിയൻസ് പറയണത് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ റീയൂസ് പീസ് ഫ്രം എ റോമൻ ടെമ്പിൾ, അല്ലെങ്കിൽ ഇത് ഡെലിബറേറ്റ്ലി ടു ന്യൂട്രലൈസ് മെഡൂസാസ് മിത്തിക്കൽ പവേഴ്സ്. വാവ്. ഒരുപാട് ജെയിംസ് ബോണ്ട് മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ. ഇത് നോട്ട് ജസ്റ്റ് എ വാട്ടർ ടാങ്ക്, ഇറ്റ്സ് എ പോർട്ടൽ ഇൻ ടു ഹിസ്റ്ററി, ആർക്കിടെക്ചർ, mythology and art. So if you are in Istanbul, don't miss this underground water. ഒരു must visit place ആട്ടോ ഇത്. ഞങ്ങൾ നെക്സ്റ്റ് പോയത് ഇസ്താൻബുളിലെ മോസ്റ്റ് ഐക്കോണിക് ആൻഡ് ഹിസ്റ്റോറിക് സ്വീറ്റ് ഷോപ്പിലോട്ടാട്ടോ. ഇത് ഒരൊറ്റ ഡെസേർട്ട് ഷോപ്പ് അല്ല, ഇറ്റ്സ് എ ലെഗസി ദാറ്റ് സ്റ്റാർട്ടഡ് വേ ബാക്ക് ഇൻ 1864. ഇതിന്റെ ഹിസ്റ്ററി നിയർലി 1060 years old ആട്ടോ. ഇറ്റ് വാസ് ഫൗണ്ട് ബൈ ഹാഫിസ് മുസ്തഫ. ഇവിടുത്തെ സ്വീറ്റ്സ് ആർ നോട്ട് ജസ്റ്റ് ടേസ്റ്റി, ദേ ആർ ആർട്ടിസ്റ്റിക്, ട്രഡീഷണൽ ആൻഡ് ലക്ഷറീസ് ആട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഫേമസ് ആണ് ടർക്കിഷ് ഡിലൈറ്റ്, ബക്ലാവ, ഒരുപാട് പല ഫ്ലേവേഴ്സിൽ ഇവിടെ അവൈലബിൾ ആട്ടോ. നമുക്ക് കിഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഒരു സ്പെഷ്യൽ ആയിട്ടൊക്കെ പാക്ക് ചെയ്തൊക്കെ തരും. പിന്നെ ഇവിടുത്തെ ടർക്കിഷ് ടീ ഇതൊക്കെ സൂപ്പർ ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ സ്റ്റാഫിന്റെ ബിഹേവിയർ ഒക്കെ നല്ലതായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു കേക്ക് ട്രൈ ചെയ്തു കേട്ടോ, നല്ല കേക്കായിരുന്നു. ഞങ്ങളിവിടെ നോക്കിയാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുപോകാൻ പറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാം നല്ല സ്വീറ്റ് ആണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പോയത് ടക്സിം സ്ക്വയറിലോട്ടാട്ടോ. അത് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു ട്രെയിൻ എടുത്തു. ഞങ്ങൾ ഇസ്താൻബുളിൽ വന്നിട്ട് എല്ലാ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടും ട്രൈ ചെയ്യാന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലാട്ടോ പോകുന്നത്. ഇതാണ് അവിടുത്തെ ട്രെയിൻ. നല്ലൊരു കളർഫുൾ റെഡ് കളർ ട്രെയിൻ ആട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു സ്മോൾ ക്യൂട്ട് ട്രെയിൻ ആയിരുന്നു. ഇതാട്ടോ ടക്സിം സ്ക്വയർ. ഇറ്റ്സ് ദ ബീറ്റിംഗ് ഹാർട്ട് ഓഫ് മോഡേണിസം. ഫ്രം ടക്സിം സ്ക്വയർ സ്റ്റാർട്ട്സ് വൺ ഓഫ് ദ ഇസ്താൻബുൾ മോസ്റ്റ് ഫേമസ് സ്ട്രീറ്റ്, ഇസ്റ്റിക്കൽ കഡേസി. ഈ സ്ട്രീറ്റിൽ നമുക്ക് നൊസ്റ്റാൾജിക് റെട്രോം കാണാട്ടോ, എ സിംബൽ ഓഫ് ഇസ്താൻബുൾ പാസ്റ്റ്. This tram is officially called T2 and it runs from Taksim Square to Tunnel, a stretch of about 1.6 km.
ഈ ട്രാം സർവീസ് ആദ്യമായി തുടങ്ങിയത് 1871. ആദ്യം ഇതൊരു ഹോഴ്സ് ഡ്രോൺ ട്രാംസ് ആയിരുന്നു കേട്ടോ. പിന്നീട് 1914 ഇലക്ട്രിഫൈഡ് ചെയ്തു. Then in 1990 the nostalgic tram was reintroduced on Istiklal Street, not for transport really, but to receive old Istanbul charm. ഈ ചെറിയ ട്രാം ലൈൻ, despite being few minutes long, gives a taste of old Istanbul. കുറെ പിള്ളേരൊക്കെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ചൊക്കെ നടക്കണം കേട്ടോ. പിന്നെ കുറെ മ്യൂസീഷ്യൻസും, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഭയങ്കര സ്ലോ ആണ്, പക്ഷെ നല്ല ക്രൗഡഡ് ആട്ടോ. ബ്യൂട്ടിഫുൾ ആണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ റൈഡ് ബട്ട് ഇറ്റ്സ് നൈസ് എക്സ്പീരിയൻസ്. ഞങ്ങളിത് ട്രാമിൽ കയറി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു സ്ട്രീറ്റ് നമുക്ക് മൊത്തത്തിൽ ഈ ട്രാമിൽ പോകാട്ടോ. അറൌണ്ട് 1.6 കിലോമീറ്റർ നമുക്ക് ആ ട്രാമിൽ നമുക്ക് പോകാം. 2 സൈഡ് ഓഫ് ദി സ്ട്രീറ്റ്സ് നമുക്ക് കാണാട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ക്രൗഡഡ് ആയിരുന്നു, നല്ല ഫുള്ളായിരുന്നു കേട്ടോ ട്രാം. ഇതായിരുന്നു കേട്ടോ നമ്മൾ വന്ന ട്രാം. നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു ട്രാമിൽ. കാരണം കുറച്ച് നേരം നമുക്ക് അടുത്ത ആൾക്കാരെ വെയിറ്റ് ചെയ്യാൻ കിട്ടിയ സമയത്ത് നമ്മൾ നൈസായിട്ട് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പം ഇതാട്ടോ ഫേമസ് ഇസ്താൻബുൾ സെന്റ് ആന്റണീസ് ചർച്ച്. ഇസ്താൻബുൾ എന്ന ഇസ്ലാമിക് ഹെറിറ്റേജ് സിറ്റിയിൽ അത്ര ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ക്വയറ്റ് സ്പിരിച്വൽ സ്പേസ് ആട്ടോ ഇത്. സെന്റ് ആന്റണീസ് പാദുവ ചർച്ച്. ഇത് ഇസ്താൻബുളിലെ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് വിസിറ്റഡ് കത്തോലിക് ചർച്ചാണ്. ഇതൊരു ലാറ്റിൻ കത്തോലിക് ചർച്ചാട്ടോ. ഇവിടെ റെഗുലർ ആയിട്ട് മാസൊക്കെ ഉണ്ട്. ഇത് പബ്ലിക്കിന് ഓപ്പണും ആട്ടോ. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ എൻ്റെ അകത്ത്. ചർച്ചിന്റെ റെഡ് ബ്രിക്ക് ഫക്കേഡ് ആൻഡ് ടോൾ പെയിന്റഡ് ആർച്ചസ് നമുക്ക് യൂറോപ്യൻ ഗോത്തിക് കത്തീഡ്രൽ ഫീൽ കിട്ടും കേട്ടോ അവിടെ. നമുക്കൊരു സെക്കൻഡ് നമുക്ക് തോന്നൂല അതൊരു മുസ്ലിം മെജോറിറ്റി കൺട്രിയിലാണ് നമ്മൾ നിൽക്കുന്നതിന്. നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതിന്റെ ഇന്റീരിയർ വ്യൂസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ടർക്കിഷ് ഒത്തന്റിക് ലഞ്ച് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു മിക്സഡ് ഗ്രില്ല് കഴിച്ചില്ലായിരുന്നു, പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ നല്ലൊരു ടേസ്റ്റി ആയിരുന്നു ഈ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ജസ്റ്റ് ഫിനിഷ് അവർ 3 amazing days in Istanbul. സൈറ്റ് സീയിങ്, ഫുഡ്, ഷോപ്പിംഗ്, കൾച്ചർ, എവറിത്തിങ് വാസ് ജസ്റ്റ് മാജിക്കൽ. നമ്മൾ ഓൾറെഡി ചെക്ക് ഔട്ട് ഒക്കെ മോർണിംഗ് ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹോട്ടൽ സ്റ്റാഫ് നമുക്ക് ടാക്സി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. So now we are on the way to our Asian side airport, heading to our dream destination Cappadocia. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ അടുത്ത സിറ്റി ആട്ടോ ഇത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ഒരു 1 hour റൈഡ് ഉണ്ട് കേട്ടോ ഇത് എയർപോർട്ടിലോട്ട്. ഇത് ഏഷ്യൻ സൈഡിലെ എയർപോർട്ട് ആട്ടോ. നമ്മൾ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ ഉള്ളത് യൂറോപ്യൻ സൈഡിലെ എയർപോർട്ട് ആട്ടോ. ഇത് നമ്മൾ ഫൈനലി എയർപോർട്ട് എത്തിയൊക്കെയാണ്. നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ അങ്ങനെ എക്സൈറ്റഡ് ആണ് നമ്മുടെ നെക്സ്റ്റ് സിറ്റിയിലോട്ട്. സോ see you in our next video from Cappadocia. Bye bye.